ഹലോ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബാങ്ക് എക്സാംസിൻ്റെ പാറ്റേണും സിലബസുമാണ്. IBPSൻ്റെയും SBIയുടെയും ഒക്കെ പാറ്റേണും എക്സാം പാറ്റേണും സിലബസും ഒക്കെയാണ്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബാങ്ക് എക്സാംസിന് രണ്ട് പാർട്ടുകളാണുള്ളത്. അതായത് ഒന്ന് പ്രിലിമിനറി ഉണ്ട്, ഒന്ന് മെയിൻസും ഉണ്ട്. ഇപ്പം POയുടെ ആയാലും ക്ലർക്കിൻ്റെ ആയാലും എക്സാംസിന് പ്രിലിമിനറി മെയിൻസും നമുക്ക് ഉണ്ട്. അപ്പോൾ അന്നേരം പ്രിലിമിനറി എക്സാംസിൻ്റെ പാറ്റേൺ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പ്രിലിമിനറി എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് 3 സബ്ജക്ട്സാണ് IBPSൻ്റെയും ആയാലും SBIയുടെ ആയാലും പ്രിലിമിനറി എക്സാംസിന് ഉള്ളത്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി. അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് സബ്ജക്ട്സുകളായിട്ടുള്ളത്. അപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ആണെങ്കിൽ 30 ക്വസ്റ്റ്യൻ 30 മാർക്സ് വെച്ചാണ്. അതേപോലെ ന്യൂമറിക്കലും റീസണിങ്ങും 35 ക്വസ്റ്റ്യൻ ഈച്ച് 35 മാർക്സാണ്. അപ്പോൾ അതായത് 100 ക്വസ്റ്റ്യൻ 100 മാർക്സാണ് ടോട്ടൽ വരുന്നത്. അപ്പം ഓരോ സെക്ഷനും, അതായത് ഇംഗ്ലീഷിനായാലും ന്യൂമറിക്കലിനായാലും റീസണിങ്ങിനായാലും ഓരോ സെക്ഷനും നമുക്ക് 20 മിനിറ്റ് വീതമാണ് ടൈമിങ് നൽകുന്നത്. അപ്പോൾ അതായത് ടോട്ടൽ 60 മിനിറ്റ്, 1 മണിക്കൂർ സമയത്തേക്കാണ് ടെസ്റ്റ്. അതേപോലെ ഓരോ സെക്ഷനും 20 മിനിറ്റ് വീതം സമയമാണ് നൽകുന്നത്. അപ്പം ഇതിനകത്ത് IBPSും SBIയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SBIയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IBPSന് സെക്ഷൻ കട്ട് ഓഫ് ഉണ്ട്. സെക്ഷൻ കട്ട് ഓഫ് SBIക്ക് സെക്ഷൻ കട്ട് ഓഫ്. ഇതിന് സെക്ഷൻ കട്ട് ഓഫ് നമുക്കുണ്ട്. സെക്ഷൻ കട്ട് ഓഫ് എന്തില്ല, കട്ട് ഓഫ് ഇല്ല. ഇപ്പം SBIയുടെ എക്സാമിന് എന്താണ് സെക്ഷൻ കട്ട് ഓഫ് ഇല്ല. അതായത് ഇംഗ്ലീഷിന് ഇത്ര മാർക്ക് വേണം, ന്യൂമറിക്കൽ എബിലിറ്റിക്ക് ഇത്ര മാർക്ക് വേണം, റീസണിങ് എബിലിറ്റിക്ക് ഇത്ര മാർക്ക് വേണം എന്നില്ല. എല്ലാത്തിനും കൂടെ ടോട്ടൽ ഇത്ര മാർക്ക് മതിയെന്ന് ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ IBPSൻ്റെ ടെൻറ്റേറ്റീവ് കലണ്ടർ നമുക്കിപ്പോൾ IBPSൻ്റെ സൈറ്റിൽ നോക്കിയാൽ കിട്ടും. അപ്പം എന്ന് തൊട്ടുള്ള എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഏതൊക്കെ സമയത്തൊക്കെയാണ് എക്സാം നടക്കുന്നതെന്ന് ഏകദേശം അതേ ഡേറ്റുകളിൽ തന്നെ ആയിരിക്കും എക്സാംസ് നടക്കുന്നത്. അപ്പോൾ അതേപോലെ SBI അങ്ങനെ ഒരു കലണ്ടറൊന്നും ഇടത്തില്ല. പക്ഷേ SBI ഒരു ഏകദേശം എനിക്ക് ഏപ്രിൽ മെയ് മന്തുകളിൽ നോട്ടിഫിക്കേഷൻ വരും. ഒരു 2-3 മാസത്തിനകത്ത് എല്ലാ എക്സാംസും നടത്തി റിസൾട്ട് വരുന്ന രീതിക്കാണ് SBI PO എക്സാം നടത്തുന്നത്. ക്ലർക്കും അതേപോലെ ഒരു നവംബർ ആകുമ്പോഴത്തേന് നോട്ടിഫിക്കേഷൻ വരും. ഡിസംബർ ജാനുവരിയിൽ എക്സാംസ് പൂർത്തീകരിക്കാനും ആ രീതിയിലാണ് എക്സാംസ് വരുന്നത്. ഇപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 മാർക്സ് 20 മിനിറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. റീസണിങ് എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി ആണെങ്കിൽ നമുക്ക് സ്പീഡ് ഇതിനൊരു കാര്യമാണ്. ഇപ്പം ആക്യുറസി കൂടാതെ സ്പീഡും ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്. അതായത് നമുക്ക് മാക്സിമം മാർക്ക് മേടിക്കണമെങ്കിൽ മാക്സിമം സ്പീഡിൽ തന്നെ ചെയ്തേ പറ്റും. മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. 3 സെക്ഷനും കൂടി മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താലേ പറ്റും. റെസ്പോൺസിന് സ്പീഡ്, ന്യൂമറിക്കൽ എബിലിറ്റി ആയാലും റീസണിങ് എബിലിറ്റി. സ്പീഡ് കൂട്ടാൻ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ QAക്ക് നമുക്ക് എന്താണ് സിംപ്ലിഫിക്കേഷനാണ് ഏറ്റവും കൂടുതലും വരുന്നതെന്നല്ല, എന്ത് ചെയ്യണമെങ്കിലും സിംപ്ലിഫിക്കേഷൻ നമുക്ക് അറിയില്ല. സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നതിന് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ന്യൂമറിക്കൽ എബിലിറ്റി നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ റീസണിങ്ങിന് നമുക്ക് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നത്. സ്പീഡ് കൂട്ടാൻ എന്ത് ചെയ്യണം, ഒരൊറ്റ വട്ടം മാത്രമേ ആ ക്വസ്റ്റ്യൻസ് വായിക്കാൻ പാടുള്ളൂ. ആ ക്വസ്റ്റ്യൻ വായിച്ച് തീരുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ആൻസർ കിട്ടുന്ന രീതിക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എടുക്കണം. അപ്പോൾ അന്നേരം നമുക്ക് ആ സ്പീഡ് നമുക്ക് മാക്സിമം കൂട്ടാൻ പറ്റും. അപ്പം അടുത്തൊരു ഇതിലേക്ക് പോകുകയാണെങ്കിൽ പ്രിലിമിനറിയുടെ എക്സാം പാറ്റേൺ കണ്ടു. അപ്പം ഇതിന് ഏകദേശം ഒരു കട്ട് ഓഫ് കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് തോന്നുന്നു IBPSൻ്റെ ഒക്കെ ഒരു POയ്ക്ക് ഒരു 65-70 അടുപ്പിച്ചും, അതേപോലെ ക്ലർക്കിന് 70 above ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. SBI അതേപോലെ തന്നെ, SBIക്ക് ഒന്നുകൂടി കൂടി നിൽക്കത്തേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് കട്ട് ഓഫ് വന്നിരുന്നത്. അതായത് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അതേപോലെ മാക്സിമം ആക്യുറസിയും ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമുക്ക് പിന്നീട് ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്. നമുക്ക് അന്നേരം നോക്കാം. അപ്പം അടുത്തൊരു ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻസ് എക്സാംസിൻ്റെ പാറ്റേൺ ആണ്. അപ്പം മെയിൻസ് എക്സാമിൻ്റെ പാറ്റേൺ ആണെങ്കിൽ ഇപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡാണ്. സെക്ഷൻ Aയും Bയും റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡാണ്. അതായത് റീസണിങ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 45 ക്വസ്റ്റ്യൻ 60 മാർക്സ്, ടൈംസ് 60 മിനിറ്റാണ് ടൈം. അതായത് 1 മണിക്കൂർ കൊണ്ട് 45 ക്വസ്റ്റ്യൻ, അതിൻ്റെ മാർക്ക് 60 മാർക്കാണ്. അതായത് 45 ക്വസ്റ്റ്യൻ 60 മാർക്ക് എന്ന് പറയുമ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ അവർ അതിനകത്ത് മെയിനായിട്ട് നോട്ട് ചെയ്തേക്കും ഇന്ന ക്വസ്റ്റ്യൻസ് 2 മാർക്കാണ്. ഇപ്പോൾ കൂടുതലും ചോദിക്കുന്ന പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, പിന്നെ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട്, ആൽഫാ ന്യൂമറിക് സീരീസ് അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ എല്ലാം കൂടെ ചേർന്നൊരു കോമ്പിനേഷൻ വരുന്ന
ക്വസ്റ്റ്യൻസ്, കോഡിങ് ഡിക്കോഡിങ് എല്ലാം കൂടി ചേർന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ആ സിലബസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതെന്താണെന്ന് നമുക്ക് പറയാം. അപ്പം അത് അടുത്തെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 35 ക്വസ്റ്റ്യൻ 40 മാർക്സാണ്. അപ്പോൾ അത് 40 മിനിറ്റ്സാണ് നമുക്ക് ടൈം അലോട്ട് ചെയ്യുന്നത്. അപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് അതിപ്പം നമുക്ക് എന്തായാലും 40 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് 35 ക്വസ്റ്റ്യനും ഏകദേശം വായിച്ചെടുത്ത് ചെയ്യാൻ പറ്റും. നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കിട്ടുന്ന മാർക്ക് കൂടി നിൽക്കും. അതായത് സെക്ഷന് മാർക്ക് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ മാർക്ക് അത് അഡീഷണലായിട്ട് നിൽക്കും. ഇംഗ്ലീഷിനൊക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ്. ഇപ്പോൾ റീസണിങ്ങും ഡാറ്റാ സയൻസും ഒക്കെ ഡാറ്റ അനലിസിസും ഒക്കെ ആണെങ്കിൽ ഒരു എന്താണ് നമുക്ക് ചെയ്യുന്ന സ്പീഡിനനുസരിച്ച് കാര്യങ്ങൾ ഇരിക്കും. അപ്പോൾ പക്ഷേ ഇത് ഇംഗ്ലീഷിനകത്ത് നമുക്ക് അറിയാവുന്ന എന്താണ് ചെയ്യുന്ന സ്പീഡ് നമുക്ക് ഇതല്ല. 40 മിനിറ്റ് കൊണ്ട് എന്തായാലും ഇംഗ്ലീഷ് ഏകദേശം 30-35 ക്വസ്റ്റ്യൻ ഏകദേശം വായിച്ചെടുത്ത് ചെയ്യാൻ പറ്റും. അതിൽ ആക്യുറസി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ആണ്. അപ്പോൾ ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ QA സെക്ഷനാണ്. QA സെക്ഷനിനകത്ത് കൂടുതലും ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനാണ് ചോദിക്കുന്നത്. പിന്നെ ഡാറ്റ അനലൈസിസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ സഫിഷ്യൻസിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും PO എക്സാംസിന് ചോദിക്കുന്നത്. ക്ലറിക്കൽ എക്സാംസിന് ഒന്നും കൂടി എന്തായിരിക്കും ഈ വേർഡ് പ്രോബ്ലംസ് മോസ്റ്റ്ലി കാണും. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും വേർഡ് പ്രോബ്ലംസും ഏകദേശം ഒരു സെയിം ലെവൽ തന്നെ ആയിരിക്കും കാണുന്നത് ക്ലറിക്കലിൻ്റെ എക്സാംസിന്. പക്ഷേ PO എക്സാംസിനെല്ലാം എന്താണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആയിരിക്കും കൂടെ നമുക്ക് ഡാറ്റ സഫിഷ്യൻസിയുടെ ക്വസ്റ്റ്യൻസും പിന്നെ എന്താണ് നമ്പർ സീരീസ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണും. നമുക്ക് സിലബസ് നോക്കുമ്പോൾ അതിനെ പറ്റി പറയാം. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ജനറൽ എക്കോണമി ഓർ ബാങ്കിങ് അവയർനെസ്. ജനറൽ അവയർനെസ് ഞാൻ കോമൺ ആയിട്ട് പറയാം. ഇപ്പോൾ ജനറൽ അവയർനെസ്സിനകത്ത് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സ് വരും, അതേപോലെ തന്നെ സ്റ്റാറ്റിക് ആയിട്ടുള്ള നോളജ് വരും, അതേപോലെ ബാങ്കിങ്ങിൻ്റെ കാര്യങ്ങൾ വരും. 40 ക്വസ്റ്റ്യൻ 40 മിനിറ്റ്, 40 മാർക്ക് 35 മിനിറ്റാണ്. 40 ക്വസ്റ്റ്യൻ 35 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വ്യക്തമായി വായിച്ചതിന് ശേഷം മാത്രമേ ആൻസർ എഴുതാനും പോകാം. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നല്ല മാർക്ക് നമുക്ക് ടോട്ടലി മേടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലെറ്റർ റൈറ്റിംഗ് ഉണ്ടായിരിക്കും 25 മാർക്കിന്, 30 മിനിറ്റ് 25 മാർക്കിന് 2 ക്വസ്റ്റ്യൻ. അതായത് ഒരു ലെറ്ററും എസ്സേ ആയിരിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ലെറ്ററും എസ്സേയും നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാനുള്ളത് ഉണ്ടായിരിക്കും. അതിനകത്ത് 3 ഓപ്ഷൻസ് തന്നിട്ട് ഒരു ഫോർമൽ ലെറ്ററും 1-2 ഫോർമൽ ലെറ്ററും, അല്ലെങ്കിൽ എന്താണ് ഒരു ബാങ്കർക്ക് അയക്കുന്ന ലെറ്റർ, അല്ലെങ്കിൽ എന്തെങ്കിലും പരാതി കൊടുത്ത് അയക്കുന്ന ലെറ്റർ, പിന്നെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനോ അയക്കുന്ന ലെറ്റർ. ഈ രീതിയിലുള്ള ലെറ്ററിൻ്റെ ഒന്ന്. അതേപോലെ ടോപ്പിക്ക് വൈസ് ഹിസ്റ്ററി ബേസ്ഡുള്ള ഒരു ടോപ്പിക്ക് കാണും, ബാങ്കിൻ്റെ റിലേറ്റ് ചെയ്തുള്ള ഒരു ടോപ്പിക്ക് കാണും, എക്കോണമി റിലേറ്റ് ചെയ്ത ടോപ്പിക്സ് കാണും എസ്സേക്കകത്ത്. അത് ഏത് ടോപ്പിക്ക് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് എഴുതാം. അപ്പോൾ അതിന് 30 മിനിറ്റ്സ് ആണുള്ളത്. 2 ക്വസ്റ്റ്യനും കൂടി 25 മാർക്കാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 225-ലൊക്കെ ഒരു 70-75 ഇതിൻ്റെ കട്ട് ഓഫ്. അതായത് മൊത്തത്തിൽ 70-75 കട്ട് ഓഫ്. എന്തിന് IBPS POയ്ക്ക്. ക്ലറിക്കലിൻ്റെ എക്സാമിന് വേറെയാണ് പാറ്റേൺ. അത് ഞാനത് പിന്നീടുള്ള ഒരു വീഡിയോയിലേക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ക്ലറിക്കൽ എക്സാമിൻ്റെ പാറ്റേൺ നമുക്ക് പിന്നീട് വരുമ്പോൾ കാണിച്ചു തരാം. അപ്പം ഇതേ സബ്ജക്റ്റ് ബേസ് തന്നെയാണ്, പക്ഷേ എന്താണ് ക്വസ്റ്റ്യൻ്റെ എണ്ണം മാറ്റമാണ്. എനിക്ക് തോന്നുന്നു റീസണിങ് 50, ഇംഗ്ലീഷ് 40, ഡാറ്റ അനലിസിസ് 50, GA 50. ആ ക്വസ്റ്റ്യൻസ് ബേസ്ഡാണ്. 190 ക്വസ്റ്റ്യൻ എന്താണ് ഏകദേശം ടൈമും മാറ്റുന്നു. റീസണിങ്ങിന് 1 മണിക്കൂർ, ഈ എന്താണ് QAക്ക് 1 മണിക്കൂർ, എന്താണ് ഇംഗ്ലീഷിന് ഇതിന് 35 മിനിറ്റ് വീതം ഉള്ള ടൈമിങ്ങാണ് അവിടെ കൊടുക്കുന്നത്. ക്ലറിക്കൽ എക്സാംസിന് കൊടുക്കുന്നത്. ക്ലറിക്കലിൻ്റെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നമുക്കത് പിന്നീടൊരു ഇതിൽ പറയാം. അതേപോലെ എന്താണ് ഇനി സിലബസിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ ഇതിനകത്ത് വരുന്ന സിലബസിൻ്റെയൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താ ഇംഗ്ലീഷിനകത്ത് വരുന്ന സിലബസ് എന്ന് പറയുന്നത് റീഡിങ് കോംപ്രിഹെൻഷൻ. അതായത് ഒരു പാരഗ്രാഫ് വന്നിട്ട് ഇപ്പോൾ എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് വന്നിട്ട് എന്ത് ചെയ്യാം, ഇപ്പം ആ ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിനകത്തുനിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആണ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിനകത്ത് ഫസ്റ്റ് വരുന്ന ടോപ്പിക്ക്. ഇത് ക്ലർക്കിനായാലും POയ്ക്കായാലും രണ്ടും കോമൺ തന്നെയാണ്. SBAയ്ക്കും IBPSനും എല്ലാതും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ എറർ ഡിറ്റക്ഷൻ. ഇതൊക്കെ പ്രിലിംസിന് മെയിനായിട്ട് വരുന്ന കാര്യങ്ങളാണ്. പ്രിലിംസിനായാലും മെയിൻസിനായാലും വരുന്ന ക്വസ്റ്റ്യൻസാണ് ഇതെല്ലാം. എറർ ഡിറ്റക്ഷൻ വരും. അതായത് നമുക്കൊരു സെൻറ്റൻസ് വന്നിട്ട് അതിൻ്റെ ഏത് പാർട്ടാണ് എററായിട്ടുള്ളതെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് വരും. അത് എറർ ഡിറ്റക്റ്റ് ചെയ്താൽ മതി. അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ എറർ കറക്ഷനാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എറർ ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ കറക്റ്റ് ചെയ്യുകയും ചെയ്യണം.
അതിന് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കും, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നിരിക്കും. അത് ഏതാണോ ആപ്റ്റ് അത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുകയും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലോസ് ടെസ്റ്റ് ആണ്. ക്ലോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് തന്നെയാണ്, പക്ഷേ ഒരു പാരഗ്രാഫിനകത്ത് ഡാഷ് ഇട്ട് ചെയ്തിരിക്കുക. ഒരു പാരഗ്രാഫിനകത്ത് ഒരു 10 ക്വസ്റ്റ്യൻ 10 ബ്ലാങ്ക് ഇട്ടിട്ട് എന്ത് ചെയ്യുക, അവിടെ എല്ലാം ഫില്ല് ചെയ്യാനായിരിക്കും എന്ത് പറയുന്നത് ക്ലോസ് ടെസ്റ്റിൽ പറയും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പാരാജിമ്പിൾസ് ആണ്. പാരാജിമ്പിൾസ് എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് ഷഫിൾ ചെയ്ത് തന്നേക്കും, അത് പല പല ഓർഡർ തന്നേക്കും. എന്നിട്ട് കറക്റ്റ് ഓർഡറാക്കി നമുക്കതിനെ ഇത് ചെയ്യാം. ഏതാണോ ആ പാരഗ്രാഫിൻ്റെ കറക്റ്റ് ഓർഡർ അത് കണ്ടുപിടിക്കും. സെൻറ്റൻസുകളെ പല പല ഓർഡറിലാക്കി എന്താണ് ഓർഡർ ഷഫിൾ ചെയ്ത് തന്നേക്കും, അതിൻ്റെ കറക്റ്റ് ഓർഡറാക്കി നമുക്കത് കണ്ടുപിടിക്കും. ആണ് പാരാജിമ്പിൾസിൽ പറയുന്നത്. പിന്നെ അടുത്ത ഇതെന്ന് പറയുന്നത് ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ആണ്. ഫില്ലിംഗ് ദി ബ്ലാങ്ക്സിനകത്ത് എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് വന്നിട്ട് അതിനകത്ത് ബ്ലാങ്ക് ഫ്രേസ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡ്സിൻ്റെ ആവാം. അപ്പോൾ അതിനനുസരിച്ച് ഏതാണ് ആപ്റ്റ്, ഗ്രാമർ അനുസരിച്ചും മീനിങ് അനുസരിച്ചും ഏതാണ് ആപ്റ്റ് അത് ഫില്ല് ചെയ്യണം. നെക്സ്റ്റ് വൺ എന്ന ആൻറ്റണിംസ് ആൻഡ് സിനോണിംസ്. ഇത് മെയിനായിട്ടും SBIയുടെ എക്സാംസിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ്. SBI POയ്ക്കായാലും ക്ലർക്കിനായാലും ആൻറ്റണിംസും സിനോണിംസും ചോദിക്കും. അതായത് ഓപ്പോസിറ്റും മീനിങ്ങും ഓപ്പോസിറ്റും അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. വേർഡ്സിൻ്റെ മീനിങ്ങും ഓപ്പോസിറ്റും ഉള്ളത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പാരഗ്രാഫ് കറക്ഷനാണ്, പാരഗ്രാഫ് കംപ്ലീഷനാണ്. പാരഗ്രാഫ് കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫിനകത്ത് എന്തെങ്കിലും പാർട്ടുകൾ മിസ് ചെയ്ത് തന്നിട്ട് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അത് ആണ് നമുക്ക് അടുത്ത് വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. എന്തെങ്കിലും ഒരു സെൻറ്റൻസ് ഒരു എന്താണ് എന്തെങ്കിലും ഒരു ഫ്രേസുകൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒറ്റ ഫ്രേസിൽ പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സെൻറ്റൻസിനെ അതിനെ റീപ്ലേസ് ചെയ്ത് ഒറ്റ ഫ്രേസിൽ അതിൻ്റെ മീനിങ് വെച്ച് അത് പറയാൻ പറ്റുമെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഒറ്റ വേർഡിൽ അതിനെ പറയാൻ പറ്റുമെന്നുള്ളത് ചോദിക്കും. അപ്പം അടുത്തെന്ന് പറഞ്ഞാൽ വേർഡ് സാപ്പും വേർഡ് യൂസേജുകളും. വേർഡ് സാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ഒരു ഒരു പാരഗ്രാഫ് ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിനകത്ത് കുറേ എന്താണ് ബോൾഡായിട്ടുള്ള ഇത് തന്നേക്കും. അപ്പം അത് ആ വേർഡ് കറക്റ്റ് ഓർഡർ ആണോ അല്ലയോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ആ കറക്റ്റ് ഓർഡർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഓപ്ഷൻ കാണും, അല്ലെങ്കിൽ അതിനെ ഏതൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ വേർഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കറക്റ്റ് ആക്കണം. അതേപോലെ തന്നെയാണ് വേർഡ് യൂസേജ് കൊണ്ടും അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇംഗ്ലീഷിൻ്റെ സിലബസ്. മെയിൻസ് എക്സാമിനായാലും പ്രിലിമിനറി എക്സാംസിനായാലും രണ്ട് കോമൺ ആയിട്ടുള്ള ഒരു സിലബസാണ് ഇംഗ്ലീഷിനുള്ളത്. മെയിൻസ് എക്സാമിന് ഒന്നും കൂടി നല്ല രീതിയിലുള്ള പാരഗ്രാഫും ക്വസ്റ്റ്യൻസും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി കാണുമെന്നുള്ള രീതിയേ ഉള്ളൂ. രണ്ട് പ്രിലിംസിനും മെയിൻസിനും എല്ലാം ഒരേ രീതിയിലുള്ള പാറ്റേണാണ് ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നത്, സിലബസാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സെക്ഷൻ്റെ അടുത്ത ഒരു എണ്ണത്തിൻ്റെ സിലബസിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റീസണിങ്ങിൻ്റെ സിലബസാണ് നമ്മൾ നോക്കുന്നത്. റീസണിങ്ങിനകത്ത് മെയിനായിട്ടുള്ള സിലബസാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിനകത്ത് എന്താണ് ഏതൊക്കെ പ്രിലിംസിന് ഏതൊക്കെ മെയിൻസിന് മെയിനായിട്ട് വരുന്നത് എന്നുള്ളത് പറയാം. അപ്പം ക്ലറിക്കൽ എക്സാംസിൻ്റെ പ്രിലിംസിന് കൂടുതലായി കണ്ടുവരുന്ന ക്വസ്റ്റ്യനാണ് ആൽഫ ന്യൂമറിക് സീരീസ്, ആൽഫബറ്റിക് ആൻഡ് ഈ ന്യൂമറിക്കൽ ആൻഡ് ആൽഫബറ്റിക് സീക്വൻസ്. നമുക്ക് 35 ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലേ. ഏകദേശം ഒരു 15 തൊട്ട് 23 വരെയുള്ള ക്വസ്റ്റ്യൻ എന്തായിരിക്കും, പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. അപ്പം ബാക്കി വരുന്ന എത്രയാണ്, ഒരു 15-23 വരെയുള്ള ക്വസ്റ്റ്യൻ, 20-23 വരെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും എന്താണ് 20 തൊട്ട് 23 വരെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. 10 തൊട്ട് 15 വരെയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ബാക്കിയെല്ലാം കൂടെ വരുന്നതായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് കയറി വരാം. അപ്പോൾ ഇതിനകത്ത് ക്ലറിക്കൽ എക്സാംസിനകത്ത് വരാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ് ആൽഫ ന്യൂമറിക്കൽ സീരീസ്. ഇപ്പോൾ POയ്ക്ക് അങ്ങനെ വലുതായിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല ആൽഫ ന്യൂമറിക് സീരീസ് ഒന്നും, പക്ഷേ ക്ലറിക്കൽ എക്സാംസിന് സ്ഥിരം കാണുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ അത് എല്ലാ സെക്ഷനും ഇപ്പം ഒരു ബാക്ക് എക്സാമിന് പറഞ്ഞു വേണമെങ്കിൽ ഒരു ദിവസം 4 എക്സാം കാണും. ഇപ്പം 4 സെക്ഷനും ആൽഫ ന്യൂമറിക് സീരീസ് തന്നെ ആയിരിക്കണമെന്നില്ല, മാറ്റി മാറ്റി അവർ ഇടും. ചില സെക്ഷനുകളിൽ ആൽഫ ന്യൂമറിക് സീരീസ്, ചില സെക്ഷനുകളിൽ ആൽഫബറ്റിക് ന്യൂമറിക്കൽ സീരീസ് ആയിരിക്കും. ചിലപ്പോൾ എന്താണ് കോഡ് ലാംഗ്വേജിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പം കോഡ് ലാംഗ്വേജ്, പിന്നെന്താണ് കോഡിങ് ഡീകോഡിങ്, ഇതൊക്കെയാണ് എന്താണ് പ്രിലിമിനറിയുടെ സെക്ഷൻസാണ്. ഇതെല്ലാം പ്രിലിമിനറിയിൽ വരുന്ന സെക്ഷൻസാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അഡ്വാൻസ്ഡ് ലെവലായിരിക്കും മെയിൻസിന് ചോദിക്കുന്നത്. നമുക്ക് പറയാം എന്തൊക്കെയാണ്. അപ്പം അടുത്തത് എന്താണ് ബ്ലഡ് റിലേഷൻ. ബ്ലഡ് റിലേഷൻ്റെ ഒരു 3 ക്വസ്റ്റ്യൻ എന്തായാലും പ്രിലിമിനറിക്ക് ക്ലർക്കിനായാലും POയ്ക്കായാലും നമുക്ക് നിർബന്ധമാണ്. അതേപോലെ ഡയറക്ഷനും എന്തായാലും 3+2 എന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും കൂടെ ചേർത്തൊരു 5 ക്വസ്റ്റ്യൻ നിർബന്ധമായി കാണും. പിന്നെ ഇനിക്വാലിറ്റി, സിലോജിസം എന്നൊക്കെ ഉള്ളതും നിർബന്ധമായും പ്രിലിമിനറി എക്സാംസിന് ചോദിക്കുന്നു. സിലോജിസത്തിൻ്റെയൊക്കെ ഒരു ചെറിയ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിലിമിനറി എക്സാംസിന് ചോദിക്കും. മെയിൻസ് എക്സാംസിന് സിലോജിസവും ഇനിക്വാലിറ്റിയും ഡയറക്ഷനും ബ്ലഡ് റിലേഷനും ഒക്കെ ചോദിക്കും. അതിൻ്റെ അഡ്വാൻസ്ഡ് ലെവലായിരിക്കും, ആപ്ലിക്കേഷൻ ലെവലായിരിക്കും ചോദിക്കുന്നത്. ഇൻഡയറക്റ്റ് ലെവലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് അതിനകത്ത് ചോദിക്കുന്നത്.
ഇപ്പം നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അപ്പം എന്താണ്, നമുക്കറിയാം പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ചെയ്യാൻ ടൈമിംഗ് എടുക്കുകയും ചെയ്യും, അതുപോലെ തന്നെ 20 തൊട്ട് 23 ക്വസ്റ്റ്യൻ വരെ ഇത് കാണുകയും ചെയ്യും. പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, റാങ്കിങ് ആൻഡ് ഓർഡർ, ഒരു 3 റാങ്കിങ് ആൻഡ് ഓർഡറിൻ്റെ ക്വസ്റ്റ്യൻ കൂടി ചേർത്ത് എന്താണ്, ഓർഡർ ആൻഡ് റാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ കൂടെ ചേർത്ത് എന്താണ് എത്ര 23 ക്വസ്റ്റ്യൻ വരെ കാണും. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാനായിട്ട് സ്പീഡാണ് വേണ്ടത്. മെയിനായിട്ട് പ്രിലിമിനറിക്ക്, മെയിൻസിൽ ഒന്നും കൂടി വലിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നല്ല ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള ഒരു 2-3 ലെവൽ ക്വസ്റ്റ്യൻ, 2-3 2 to 3 ടയർ ക്വസ്റ്റ്യൻസും വരും. അപ്പം പ്രിലിമിനറി ആണെങ്കിൽ ഒരൊറ്റ സിംഗിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അത് സ്പീഡിൽ ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിലിമിനറിയുടെ എക്സാംസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെയിൻസിനായാലും പ്രിലിമിനറിക്കായാലും പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, പിന്നെ ഓർഡർ ആൻഡ് റാങ്കിങ്, അതിൻ്റെ ക്വസ്റ്റ്യൻസും കാണും. അപ്പം മെയിൻസിന് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇൻപുട്ട് ഔട്ട്പുട്ട്. അങ്ങനെ പ്രിലിമിനറി ലെവൽ ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടില്ല, എന്നാലും ഇതിൻ്റെ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ നമുക്ക് ക്ലാസ്സുകൾ ഇട്ട് തരുന്നതായിരിക്കും. ഇൻപുട്ട് ഔട്ട്പുട്ട് ആപ്ലിക്കേഷൻ ലെവൽ, അതായത് ഞാൻ ആപ്ലിക്കേഷൻ ലെവലിൽ പറഞ്ഞ് കോഡിംഗ്, ഡീകോഡിംഗ്, ആൽഫബറ്റിക്കൽ ന്യൂമറിക്, ഇതിൻ്റെയൊക്കെ എന്താണ് ഇതെല്ലാം കൂടെ ചേർത്ത് ആൽഫ ന്യൂമറിക് സീരീസും ഈ ആൽഫബറ്റിക്കൽ ന്യൂമറിക്കൽ സീരീസ് ടെസ്റ്റ് സീക്വൻസും അതുപോലെ കോഡിംഗ്, ഡീകോഡിങ്ങും എല്ലാം കൂടി ചേർത്ത് ഒരു പാറ്റേൺ, ഇൻപുട്ട് ഔട്ട്പുട്ട് എല്ലാം കൂടി ചേർന്നൊരു പാറ്റേണൊക്കെ ആയിരിക്കും നമുക്ക് മെയിൻസിന് എന്തായിട്ട് ചോദിക്കുക, ഈ എക്സാംസ് മെയിൻ എക്സാംസിന് ചോദിക്കുക, റീസണിങ്ങിൽ ചോദിക്കുക കൂടുതൽ. പിന്നെ ഡേറ്റ സഫിഷ്യൻസിയും എന്താണ് മെയിൻസ് എക്സാമിൻ്റെ ഒരു ടോപ്പിക്ക്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ആണ്, അതായത് നമുക്കൊരു സാധനം തന്നു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം മെയിൻ എക്സാംസിൻ്റെ മെയിനായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരു 10-20 ക്വസ്റ്റ്യൻ എന്തായാലും 10 ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ഇതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാം. ലോജിക്കൽ റീസണിങ്, ഇപ്പം ലോജിക്കൽ റീസണിങ്ങിനകത്ത് വരുന്ന ടോപ്പിക്കുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോജിക്കൽ റീസണിങ്ങിനകത്ത് വരുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോജിക്കൽ റീസണിങ്ങിനകത്ത് എന്തൊക്കെ ടോപ്പിക്ക് വരും എന്നുള്ളത് നോക്കാം. എന്താണ് ലോജിക്കൽ റീസണിങ്ങിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആർഗ്യുമെൻറ്റ്സ് സ്ട്രോങ് ആണോ അല്ലയോ എന്നുള്ള ടോപ്പിക്കുകൾ വരും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് ഓഫ് ആക്ഷൻ എന്നുള്ള ടോപ്പിക്കുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചേരുന്നൊരു ടോപ്പിക്കാണ് കോഴ്സ് ഓഫ് ആക്ഷൻ. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക, ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ അത് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫോളോ അപ്പ് ആക്ഷൻ അങ്ങനെയൊക്കെ ഉള്ളതാണ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ് കോസ് ആൻഡ് എഫക്റ്റ് എന്നുള്ളത്, 2 സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ ഏതാണ് കോസ്, അതിൻ്റെ എഫക്റ്റാണോ തന്നിരിക്കുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ കൺക്ലൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതുണ്ട്. പിന്നെ ഇൻഫറൻസ്, അസംഷൻ, ഇതൊക്കെ ചേരുന്നതാണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻ എങ്ങനെയായാലും എന്തിൽ കാണും, ഈ മെയിൻസ് എക്സാംസിന്. പ്രത്യേകിച്ച് പിഒയുടെ മെയിൻസ് എക്സാംസിന് ഉറപ്പായിട്ടും 10 ക്വസ്റ്റ്യൻ കാണും. ക്ലറിക്കൽ ബേസ്ഡ് വരുമ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ ആ രീതിയിൽ 5 ക്വസ്റ്റ്യനൊക്കെ കാണും. എങ്ങനെ, അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് നോക്കി അത് വായിച്ച് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് പുറകാലെ ഇട്ട് തരാം. അപ്പോൾ ഇത് ഇത്രയുമാണ് റീസണിങ്ങിനകത്തുള്ള ടോപ്പിക്കുകൾ. റീസണിങ്ങിനകത്ത് മെയിനായിട്ട് വരുന്ന ടോപ്പിക്കുകൾ പ്രിലിമിനറി എക്സാംസിന് ക്ലറിക്കലിൻ്റെ ഒക്കെ വരുന്ന ടോപ്പിക്കുകളാണ് ആൽഫാന്യൂമറിക് സീരീസ് അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പം മെയിൻസ് പ്രിലിംസിന് എന്താണ് പിഒയുടെ എക്സാംസിന് മെയിനായിട്ട് വരുന്ന കോഡ് ലാംഗ്വേജ്, ഇൻഇക്വാലിറ്റി, സിലോജിസം അങ്ങനെയൊക്കെ ഉള്ള ടോപ്പിക്കുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതേപോലെ പസിൽസ് ആൻഡ് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഓർഡർ ആൻഡ് റാങ്കിങ് എന്തായാലും നിർബന്ധമായി പ്രിലിമിനറി എക്സാംസിന് കാണും. അത് രണ്ടും കൂടി ചേർത്ത് 20 തൊട്ട് 23 വരെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയായാലും കാണും. അപ്പോൾ അത് നമുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എങ്ങനെ ചെയ്യാം, അതിപ്പോൾ എങ്ങനെ പഠിക്കാം എന്നുള്ള രീതിയാണ്. അപ്പോൾ ഇത് ഇപ്പം തൊട്ട് പഠിച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2025 ഏപ്രിൽ ആകുമ്പോഴത്തേന് IBPSൻ്റെ അപേക്ഷ ഒരു ബാങ്കിൽ ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ SBIയുടെ ഒരു ബാങ്കിൽ ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇപ്പം തുടങ്ങണം, പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പിക്കുകളൊക്കെ എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പോൾ ഒരു എക്സാം സ്ട്രാറ്റജി നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ അടുത്തെന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ടോപ്പിക്കുകളാണ്. അപ്പോൾ അതിനകത്ത് പ്രിലിമിനറിയുടെ ടോപ്പിക്കുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പിഒയുടെ എക്സാംസിനൊക്കെ ആണെങ്കിൽ സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും ഒക്കെ എന്തായാലും കാണും. ഒരു 5 ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷനോ അപ്രോക്സിമേഷനോ ആയിട്ട് കാണും. അതേപോലെ മിസ്സിംഗ് സീരീസോ റോങ് സീരീസോ എന്തായാലും ഒന്നും കാണും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ഇപ്പം X² അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് മെയിനായിട്ടും വന്നു കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് നിന്നൊക്കെയുള്ള ഒരു 3-4 ഉള്ള ടോപ്പിക്കുകളിൽ വരും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് പ്രിലിമിനറി എക്സാംസിനകത്ത് വരുന്ന ടോപ്പിക്കുകളെന്ന് പറയുന്നത് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. പ്രിലിംസിന് എക്സാംസിന്
വരുന്ന ടോപ്പിക്കുകൾ, POയുടെ എക്സാംസിന് വരുന്ന ടോപ്പിക്കുകളെന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ ഓർ അപ്രോക്സിമേഷൻ. ഇപ്പം ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ 5 ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ രണ്ടും കൂടി ചേർത്തൊരു 5 ക്വസ്റ്റ്യനോ ഒക്കെ ആയിരിക്കും. അപ്പം എന്താണ് നമ്പർ സീരീസിൻ്റെ റോങ് ഓർ മിസ്സിങ് എന്നുള്ളത് കാണും. ഇപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ എന്തായാലും അത് കാണും. ചില സെക്ഷനകത്ത് റോങ് ആയിരിക്കും, ചില സെക്ഷനകത്ത് മിസ്സിങ് ആയിരിക്കും. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരാവുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു 15 ക്വസ്റ്റ്യൻ വരെ DI ആണ്, സിമ്പിൾ DIs വരാം. അപ്പോൾ അത് ഇപ്പം മെയിനായിട്ട് കണ്ടുവരുന്ന കേസിലെ DIs ആണ്. അതായത് ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന DI ആണ് കൂടുതലും കണ്ടുവരുന്നത്. പിന്നെന്താണ്, അപ്പോൾ ഇത് 5, 10, 15, 30 ഒരു 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 to 10 ക്വസ്റ്റ്യൻ എന്തായിരിക്കും, വേർഡ് പ്രോബ്ലംസ് ആയിരിക്കും. 5 to 10 ക്വസ്റ്റ്യൻ ഇതിനൊക്കെ ആണെങ്കിൽ 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ എന്താണ് വേർഡ് പ്രോബ്ലംസ് ആയിരിക്കും വരുന്നത്. അതായത് ടൈം ആൻഡ് വർക്കോ, പൈപ്പ് ആൻഡ് സിസ്റ്റംസോ, ടൈം ആൻഡ് ഡിസ്റ്റൻസോ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനോ എന്നോ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നോ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് വരുന്നത്, പ്രിലിമിനറിയുടെ എക്സാംസിന് വരുന്നത്, POയുടെ എക്സാംസിന്. അതേപോലെ പ്രിലിമിനറി ക്ലർക്കിൻ്റെ എക്സാംസിനകത്തായാലും സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും കൂടി ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ മിസ്സിങ് ആർ റോങ് സീരീസ് 5 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 5 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഒരു 10 ക്വസ്റ്റ്യൻ വരെ എന്താണ് 5 to 10 ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷൻ അപ്രോക്സിമേഷൻ പ്രതീക്ഷിക്കാം. ഇത് രണ്ടും കൂടെ 5 5 10 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. DI ഒരു 10 ക്വസ്റ്റ്യൻ, ഇപ്പോൾ 15 25 ക്വസ്റ്റ്യൻ. വേർഡ് പ്രോബ്ലം എന്തായാലും ഒരു 10 ക്വസ്റ്റ്യൻ എന്തി കാണും, ക്ലറിക്കലിൻ്റെ പ്രിലിംസിൽ കാണും. ക്ലർക്കിൻ്റെ പ്രിലിംസ് ഇതിനകത്ത് നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻ ഈ വേർഡ് പ്രോബ്ലംസ് ഈ ടോപ്പിക്കുകളിൽ നിന്നല്ല പറയുന്നത്. ടൈം ആൻഡ് വർക്ക്, പൈപ്പ് ആൻഡ് സിസ്റ്റം, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഏജസ്, ബോട്ട് ആൻഡ് സ്ട്രീംസ്, മിക്സ്ചേഴ്സ്, ആവറേജ്, പെർസെൻറ്റേജ്, ഏരിയ ആൻഡ് വോളിയം, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ ആൻഡ് പ്രോബബിലിറ്റി, സിംപ്ലിഫിക്കേഷൻ, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ടെസ്റ്റ്. ഇതിൽ നിന്ന് എന്തായാലും ഒരു 10 ക്വസ്റ്റ്യൻ കാണാം. അതുപോലെ DI ഒരു 10 ക്വസ്റ്റ്യനും കാണാം. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ് പ്രിലിംസിന് നമുക്ക് കൂടുതലും വരുന്നത്. പ്രിലിമിനറിയുടെ കാര്യമാണ് പറഞ്ഞത്. മെയിൻസിന് നമുക്ക് മെയിനായിട്ട് വരുന്ന സാധനം എന്ന് പറയുന്നത് DI ആണ്. മെയിൻസ് PO മെയിൻസിന് നമുക്ക് മെയിനായിട്ട് വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ DI ആണ്. അപ്പം DI എന്ന് പറയുന്നത് ഏത് ടൈപ്പ് വേണേലും വരാം. ടൈം ആൻഡ് വർക്കിൻ്റെ DI വരാം, പൈപ്സിൻ്റെ DI വരാം, അതേപോലെ ബോട്ട്സ് ആൻഡ് സ്ട്രീംസിൻ്റെ വരാം, സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കൂടി ഉള്ളതിൻ്റെ വരാം, അതേപോലെ പാർട്ട്ണർഷിപ്പിൻ്റെ വരാം, അതേപോലെ എന്തിൻ്റെ വരാം, ഈ എന്താണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഏതിൻ്റെ വേണമെങ്കിലും DI നമുക്ക് വരാം, ചോദിക്കാം. അതിനകത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ആ ലെവലുള്ള DIs നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ കേസിലേറ്റ് ആയിട്ടുള്ള DIയും കേസിലേറ്റ് കൂടുതൽ ഏത് രീതി വേണമെങ്കിലും ഉള്ളത് ചോദിക്കും. അപ്പോൾ അതും ആണ് നമുക്ക് മെയിനായിട്ട് POയ്ക്ക് എക്സാംസ് വരുന്നത്. അപ്പം പിന്നെ അതിൻ്റെ കൂടെ ഡേറ്റ സഫിഷ്യൻസിയുടെ ചോദ്യങ്ങളായിരിക്കും നമുക്ക് കൂടുതലും. ഡേറ്റ സഫിഷ്യൻസി, അതേപോലെ ക്വാണ്ടിറ്റി 1, ക്വാണ്ടിറ്റി 2 എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് അതിൻ്റെ കമ്പാരിസണ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. ക്വാണ്ടിറ്റി 1 ഇന്ന ഒരു സാധനമാണ്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ക്വാണ്ടിറ്റി 1 ഇതാണ്, ക്വാണ്ടിറ്റി 2 ഇതാണ്, അതിൻ്റെ ഒരു കമ്പാരിസൺ വെച്ചുള്ള ചെയ്യുന്ന ഗ്രേറ്റർ ദാനും ലെസ് ദാനും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ വേറൊരു ഫോമിൽ വരാനുള്ള ചാൻസാണ് POയ്ക്ക് മെയിൻസിനുള്ളത്. ഇപ്പം ക്ലർക്കിൻ്റെ മെയിൻസിന് പറയുവാണെങ്കിൽ, ക്ലറിക്കൽ മെയിൻസിന് പറയുവാണെങ്കിൽ എന്താണ് മെയിനായിട്ടും DI തന്നെയാണ് കൂടുതലും ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് വേർഡ് പ്രോബ്ലംസും കൂടുതലും വരാം, സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും നമ്പർ സീരീസും, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. ഡേറ്റ സഫിഷ്യൻസി വരും, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേർഡ് പ്രോബ്ലംസ് കൂടി ഇൻക്ലൂഡ് ചെയ്യും. പക്ഷേ എന്താണ് മെയിൻസിൻ്റെ എക്സാംസിന് നമുക്ക് കൂടുതൽ വേർഡ് പ്രോബ്ലംസ് POയുടെ എക്സാംസിനകത്ത് DI ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതിൻ്റെ കൂടെ ഡേറ്റ സഫിഷ്യൻസി കൂടെ ഒക്കെ വരും. അപ്പോൾ ചില ക്വസ്റ്റ്യനെ നമ്പർ സീരീസിൽ നിന്നൊക്കെ കാണും, അല്ല വേർഡ് പ്രോബ്ലംസ് അങ്ങനെ ചോദിക്കുന്നത്. ക്ലറിക്കൽ എക്സാമിനാണ് DIയും വേർഡ് പ്രോബ്ലംസും നമ്പർ ഇതാണ് എല്ലാം കാണാം. അതേപോലെ DI ഏത് DI വേണമെങ്കിലും വരാം, ഏത് ടൈപ്പ് DI വേണമെങ്കിലും നമുക്കിവിടെ നിന്ന് ചോദിക്കാം. ഇങ്ങേറ്റം പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ പ്രോബബിലിറ്റിയുടെ DI വേണമെങ്കിൽ ഒരു പാരഗ്രാഫ് എന്നിട്ട് അതിനകത്തുനിന്ന് കുറേ 3-4 ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്താണ് QAക്കകത്തുള്ള ടോപ്പിക്കുകളിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതിൻ്റെ ഒരെണ്ണം നോക്കുവാണെങ്കിൽ മെയിൻസ് എക്സാംസിൻ്റെ മെയിനായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ് നോക്കുവാണെങ്കിൽ കറണ്ട് അഫേഴ്സ്. ഇപ്പം എക്സാം ഏകദേശം ഒരു ഡിസംബറിലൊക്കെ ആയിരിക്കും. അതിൻ്റെ മുമ്പേ ഉള്ള ഒരു 8 to 10 മന്തിൻ്റെ കറണ്ട് അഫേഴ്സ് ആയിട്ടുള്ള കറണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കണം.
പ്രിഫറൻസ് ഓഫ് ബാങ്കിങ് അവയർനെസ്. ബാങ്കിങ് ആൻഡ് എക്കണോമിക്കൽ അവയർനെസ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട് കിടക്കുന്ന കൂടുതൽ കാര്യങ്ങളായിരിക്കും നമുക്കവിടെ ചോദിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് അവയർനെസ് എന്ന് പറയും. സ്റ്റാറ്റിക് അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GK ആണ് സംഭവം. GK നമുക്ക് എല്ലാം ഒന്നും വേണ്ട, ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കൂടുതലൊന്നും വേണ്ട, ജോഗ്രഫിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് GKക്കകത്ത് ചോദിക്കുന്നത്. ജോഗ്രഫിക്കലായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ പാർക്കുകൾ, ബയോളജിക്കൽ ഗാർഡൻസ്, അങ്ങനെയൊക്കെയുള്ള ബയോളജിക്കൽ ഗാർഡൻസ്, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മോണുമെൻറ്റ്സ്, പിന്നെ സ്റ്റേഡിയംസ്, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നുള്ള എന്താണ് മിനിസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കൺട്രി ആൻഡ് ക്യാപിറ്റൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്ത് വരുന്നത് ഈ സ്റ്റാറ്റിക് അവയർനെസ്സിൽ വരുന്നത്. GK ആയിട്ടുള്ള കാര്യങ്ങൾ അത് മെയിനായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം ന്യൂസിൽ വന്ന കാര്യങ്ങളെ പറ്റിയായിരിക്കും സ്റ്റാറ്റിക് അവയർനെസ് നമുക്ക് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബാങ്കിങ് അവയർനെസ് ആണ്. ബാങ്കിങ് അവയർനെസ് പറഞ്ഞ് കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബാങ്കിങ് അവയർനെസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ബാങ്കിങ് ടേംസ് ആണ്. ഒരു 2-3 ക്വസ്റ്റ്യൻ ബാങ്കിങ് ടേംസ്. അപ്പോൾ അത് എന്തൊക്കെയാണ് ബാങ്കിങ് ടേംസിനെ പറ്റി, RBIയുടെ റൂൾസിൻ്റെ കാര്യങ്ങൾ, RBIയുടെ പോളിസിയുടെ കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള NBFC ഏതൊക്കെയാണെന്നുള്ളത്, ബാങ്കിൻ്റെ CEO ആരാണ്, ഹെഡ് ആരാണ്, അങ്ങനെയൊക്കെ ഉള്ളതും ഹെഡ് ക്വാർട്ടേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ബാങ്കിങ് ടേംസിനകത്ത് വരുന്നത്. അപ്പോൾ അന്നേരം അതാണ് മെയിനായിട്ടുള്ള ആ ഒരു ടോപ്പിക്കുകൾ. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് നോക്കാനാണെങ്കിൽ നമുക്ക് GA ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഡെയിലി ന്യൂസ് പേപ്പർ വായിച്ച് ന്യൂസ് എഴുതി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ GA നമുക്ക് കയറാം. ന്യൂസ് പേപ്പർ വായിക്കുന്നതിന് രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ ന്യൂസ് പേപ്പർ വായിക്കുന്നത് നല്ല രീതിയിൽ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെയൊക്കെ എഡിറ്റോറിയലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ടിക്കിളൊക്കെ ആയിരിക്കും നമുക്ക് റീഡിങ് കോംപ്രിഹെൻഷനായിട്ടൊക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ അതേപോലെ തന്നെ ജനറൽ അവയർനെസ്സിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സൈറ്റുകൾ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഡെയിലി ന്യൂസസ് അപ്ഡേറ്റ് ചെയ്യുന്ന സൈറ്റുകളാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ നമുക്ക് ഇവിടെ GAയുടെ കറണ്ട് അഫയേഴ്സിൻ്റെയൊക്കെ നോട്ട്സ് നമുക്ക് അവൈലബിളായിട്ട് കിട്ടുകയും ചെയ്യും. ദിശ അക്കാദമിയിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പം ഇതിനകത്ത് മെയിനായിട്ടുള്ള ടോപ്പിക്കുകൾ ഇത്രയുമാണ്. ഇപ്പം ഇതിനകത്ത് മെയിൻസ് എക്സാം പാറ്റേൺ ഞാൻ PO ആണ് ഇട്ടേക്കുന്നത്. ക്ലർക്കിൻ്റെ മെയിൻ എക്സാം പാറ്റേൺ നമുക്ക് പിന്നീടുള്ളൊരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പം ക്ലർക്കിനകത്തായാലും ഇതേ ടോപ്പിക്കുകളൊക്കെ തന്നെയാണ്. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ഡേറ്റ അനലിസിസ്, എന്താണ് QA, GA, ഇങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് ക്ലറിക്കൽ എക്സാംസിനും ഉള്ളത്. പിന്നെ ടൈമിൻ്റെ മാറ്റങ്ങളും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ മാറ്റങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ ഇംഗ്ലീഷിൻ്റെ ഇതാണ് പ്രിലിമിനറി എക്സാം പാറ്റേൺ എല്ലാത്തിനും ഇതാണ്. പിന്നെ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് IBPSൻ്റെ RRBക്കകത്ത് വ്യത്യാസമുണ്ട്. IBPS RRBക്കകത്ത് എന്താണ് പ്രിലിംസിന് മാറ്റമുണ്ട്. പ്രിലിംസിനായാലും മെയിൻസിനായാലും മാറ്റമുണ്ട്. പ്രിലിംസിൻ്റെ മാറ്റം പറയാനില്ല. അപ്പം പ്രിലിംസിനകത്ത് IBPSൻ്റെ RRBയുടെ പ്രിലിംസിനകത്ത് QAയും റീസണിങ്ങും ഈ 2 സെക്ഷൻ മാത്രമേ ഉള്ളൂ. RRB എന്ന് പറഞ്ഞാൽ ഗ്രാമീൺ ബാങ്കിൻ്റെയാണ്. ഈ 2 സെക്ഷൻ മാത്രമേ ഉള്ളൂ. 40 ക്വസ്റ്റ്യൻ വീതമാണ് ഓരോ സെക്ഷനും ഉള്ളത്. ടോട്ടൽ 45 മിനിറ്റാണ് ഉള്ളത്. അപ്പോൾ QA റീസണിങ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്ത് കിട്ടുന്നൊരു സാധനമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ POയ്ക്കും ക്ലർക്കിനായാലും POയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന കട്ട് ഓഫ് എനിക്ക് തോന്നുന്നു 57-65 ആ റേഞ്ചുകളാണ് കട്ട് ഓഫ് വരുന്നത്. ക്ലറിക്കലിനായാലും എബോവ് 75 ഇപ്പം മിക്കവാറും എല്ലായിടത്തും കട്ട് ഓഫ് നിൽക്കുന്നത്. അതായത് ഈ 2 സാധനം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ചെയ്ത് കിട്ടുന്നൊരു സാധനമാണ്. ഇതിനകത്ത് ആക്യുറസി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ സ്പീഡും ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്താലേ നമുക്ക് കാര്യമുള്ളൂ. ഇതിനകത്തും എന്തൊക്കെ തന്നെയാണ് DA ആയിരിക്കും കൂടുതലും POയ്ക്ക് വരുന്നത്. അതേപോലെ വേർഡ് പ്രോബ്ലംസ് എല്ലാം ചേർത്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻ കാണും. സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും ഒക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് കാണും. 40 ക്വസ്റ്റ്യൻ്റെ നമുക്ക് അതിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രതീക്ഷിക്കും. അപ്പോൾ അതേപോലെ റീസണിങ്ങിനകത്ത് എന്താണ് സിലോജിസം അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കുകൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം IBPS RRBക്ക്. അപ്പോൾ അതേപോലെ IBPS RRBയുടെ കേസ് ഇതിനകത്ത് പറയുവാണെങ്കിൽ RRBക്കകത്ത് 5 സെക്ഷനാണ് നമുക്ക് ഉള്ളത്. RRBയുടെ IBPS RRBയുടെ സെക്ഷൻ എന്ന് പറയുന്നത് 5 സെക്ഷനാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ അബിലിറ്റി എന്നാണ്. ഇവിടെ റീസണിങ്, ഇംഗ്ലീഷ്, QA,
GA, അതിൻ്റെ കൂടെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്നത് ഇത് 50 ക്വസ്റ്റ്യൻ, QA 50 ക്വസ്റ്റ്യൻ, അല്ല ഇതെല്ലാം 40, കമ്പ്യൂട്ടർ 20 ക്വസ്റ്റ്യൻ. അതായത് ഇംഗ്ലീഷ് 50 ക്വസ്റ്റ്യൻ, റീസണിങ് 50 ക്വസ്റ്റ്യൻ 60 മാർക്ക്, ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, ഇംഗ്ലീഷ് റീസണിങ്, ഇംഗ്ലീഷ് QA GA, ഇതാണ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടറിന് 20 ക്വസ്റ്റ്യൻ 10 മാർക്കൊക്കെയാണ്, ഹാഫ് മാർക്ക് തന്നെ. ബാക്കി എല്ലാത്തിനും എന്താണ് ഫുൾ മാർക്കാണ്. ഇംഗ്ലീഷിന് ഇതിന് 60 മാർക്കാണ്. ടോട്ടൽ 2 hour എക്സാം ഉള്ളത് IBPS ധാരാളം ക്ലർക്കിനായാലും POയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും, നമുക്കത് അന്നേരം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഏകദേശം എക്സാം പാറ്റേണും സിലബസും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ടോപ്പിക്കുകൾ വെച്ചുള്ളത് നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.